ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 101-ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞത് അള്ളാഹുവിന്റെ അടിമകളുടെ നിസ്സഹായത അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ആവശ്യകത അടിമ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആത്മീയമായുള്ള ഒരു സ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അങ്ങനെ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്കുള്ള ഫക്കീർത്തനം പ്രകടിപ്പിക്കുന്നതോടുകൂടി, നിസ്സഹായത പ്രകടിപ്പിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമക്ക് കൊടുക്കുന്ന ഒരു സമ്മാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മള് ഫാക്കത്ത് എന്താണെന്ന് പറഞ്ഞു, ഫാക്കത്ത് ജന്മനാന്നാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല സമയം അതുണ്ടാവുമ്പോഴാണ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടായാൽ അടിമക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സമ്മാനത്തെ കുറിച്ചാണ്. ഫാക്കത്ത് സ്ഥിരമായി ഉണ്ടാവുന്ന ആൾക്ക് കിട്ടുന്ന ഒരവസ്ഥ എന്തായിരിക്കും, അത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു അള്ളാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നോക്കാം. ഹിക്മത്ത് വായിക്കാം. മത്താ ഔഹശക മിൻ ഖൽഖിഹി ഫഅലം അന്നഹു യുരീദു അൻ യഫ്തഹ ലക ബാബൽ ഉൻസി ബിഹി എന്നാണ്. അതാണ് ഹിക്മത്ത്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? മത്താ ഔഹശക, എപ്പോഴാണോ നിനക്ക് നിന്നെ ഏകാന്തമാക്കുന്നത്, മിൻ ഖൽഖി, അവന്റെ സൃഷ്ടികളിൽ നിന്ന്. വഹ്ശത്ത് എന്താ? ഏകാന്തതാണ്. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥക്കാണ് ഇത് പറയാം വഹ്ശത്ത് എന്ന് പറയാം. ചില പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടാവും, വഹ്ശത്തും ഫിൽ ഖുബൂർ, ഖുബൂർ എന്ന് പറയും. ഖബറിലെ ഏകാന്തയിൽ നിന്ന് എന്ത് ചെയ്യണം? നീ കൂട്ടു നൽകണം എന്നൊക്കെ പ്രാർത്ഥിക്കണം. അവിടെയൊക്കെ വഹ്ശത്ത് എന്താ? ഖബറിൽ നമുക്ക് ആരും ഉണ്ടാവില്ല. അപ്പോ ചില സമയത്ത് അള്ളാഹുവിന്റെ ചില അടിമകൾ അള്ളാഹു തആല എന്ത് ചെയ്യും? സൃഷ്ടികളിൽ നിന്ന് മാറ്റി ഒറ്റപ്പെട്ട് ഒരു ഖൽവത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകാന്തതയുടെ അവസ്ഥയിലേക്ക് മാറ്റും. അപ്പൊ എപ്പോഴാണോ നിന്നെ ആളുകളിൽ നിന്ന് മാറ്റി ഏകാന്തതയിലേക്ക് നീ പോകുന്നത് എന്ന് പറഞ്ഞാല്, മാറ്റാന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അടിമക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ മനസ്സിക്കുന്നുണ്ടാവും ഒരുതരം മടുപ്പുണ്ടാവും. അള്ളാഹുവിലേക്ക് ആത്മീയമായി വളരുന്നതനുസരിച്ച് എന്തുണ്ടാവും? ഒരുതരം മടുപ്പുണ്ടാവും. അതായത് നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു മടുപ്പ്, ജോലി, അതായത് സമൂഹത്തിനുള്ളൊരു മടുപ്പ്, വെറുതെ പോയിരുന്ന് പിന്നെ സമയം കളയുന്നുള്ളൊരു മടുപ്പ്, ആകെ സമാധാനം കിട്ടല് അള്ളാഹു തആലക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴുള്ള അവസ്ഥയിലേക്ക് നമ്മളെ മൈൻഡ് കുറച്ച് കഴിഞ്ഞാൽ മാറും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഇപ്പൊ അങ്ങനെ മാറിയിട്ടുണ്ടാവും. മറ്റുള്ളതിനൊന്നും എന്തുണ്ടാവില്ല, വലിയൊരു സന്തോഷവും റിലാക്സും കിട്ടാത്ത ഒരവസ്ഥ ഒരടിമക്ക് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നല്ല ഈ മാർഗത്തിലേക്ക് പ്രവേശിച്ചവർക്ക് എന്തുണ്ടാവും? അത് ഉണ്ടാവും. മറ്റുള്ള അപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചർച്ചയാണ്, സോഷ്യൽ മീഡിയയിലോട് ഇടപെടാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ യൂട്യൂബിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സിനോട് കൂട്ടിയിരുന്നിട്ട് അതിന് താല്പര്യം ഉണ്ടാവില്ല. നമുക്കെപ്പോഴും അള്ളാഹുമായിട്ട് സമയം ചെലവഴിക്കുന്നതിന്, അള്ളാഹുമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ അസ്വസ്ഥമാവുന്ന അവസ്ഥ നിനക്ക് എപ്പോഴാണോ നിന്നിലേക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം സംഭവിപ്പിക്കുന്നു എങ്കിൽ, അതാണ് മത്താ ഔഹശക, എപ്പോഴാണോ നിന്നെ ഏകാന്തമാക്കുന്നത്, മിൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്ന്. അങ്ങനത്തെ ഒരു ഏകാന്തതയുടെ അവസ്ഥ നിനക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥമാവുന്ന അവസ്ഥ നിനക്ക് വരികയാണെങ്കിൽ, ഫഅലം, അപ്പൊ നീ അറിയണം. എന്തറിയണം? അന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നുണ്ട്, അൻ യഫ്തഹ ലക, നിനക്ക് തുറന്നു തരാൻ, ബാബൽ ഉൻസിബി, അവനുമായിട്ടുള്ള
മാനസിക ആനന്ദത്തിന്റെ വാതിൽ തുറന്നു തരാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നീ എന്ത് ചെയ്യണം, നീ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹുമായിട്ട് മാനസികമായി സമാധാനം കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ ആ അടിമയുടെ അടയാളമാണെന്ത്, അള്ളാഹു അല്ലാത്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പെടുന്നതോളം എന്ത് ചെയ്യാം, ഒരു മാനസികമായ മടുപ്പുണ്ടാവുക. അപ്പോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല എന്നല്ല, ചെയ്യണ്ടെന്നല്ല, പക്ഷെ അതൊന്നും എന്തുണ്ടാവില്ല, മനസ്സിക്ക് എന്തുണ്ടാവില്ല, ഒരു റിലാക്സ് ഉണ്ടാവില്ല. ഏറ്റവും ആശ്വാസം എപ്പോഴായിരിക്കും, അള്ളാഹുമായിട്ട് അവൻ സമയം ചെലവഴിക്കുന്നിടത്താണ്. അപ്പൊ ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് വളരാനനുസരിച്ച് അള്ളാഹുവിനെ ഈ അവസ്ഥയിലേക്ക് മാറ്റും. അങ്ങനത്തെ അവസ്ഥ എനിക്ക് ഇതിനോടൊക്കെ മാറി നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തആല ആ അടിമക്ക് കൊടുക്കുന്ന എന്താണ്, വലിയൊരു സമ്മാനമാണ്. ആ സമ്മാനത്തിന്റെ പേരാണെന്ന് ഉൻസ് എന്ന് സൂഫിയാക്കൾ പറയും. ഉൻസ് കാരണം എന്താ, അള്ളാഹുമായിട്ട് മാനസികമായിട്ടുള്ള ആനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥ, അയാളുടെ മനസ്സിലും അള്ളാഹുമായിട്ട് റിലാക്സ് കണ്ടെത്തുന്ന അവസ്ഥ. അയാൾക്ക് എപ്പോഴാണ് ബോധ്യപ്പെടും, അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റിൽ നിൽക്കുന്നതാണ്, അതിലൊന്നും എനിക്കെന്തില്ല, ഒരു ഗുണവുമില്ല, അതിലെനിക്കെന്തില്ല, അതിൽ റാഹത്തുമില്ല, അത് അതിലേക്ക് പോയാൽ എന്തില്ല, അതിലേക്ക് പോയാൽ എന്റെ റബ്ബിന് ഇഷ്ടമില്ല എന്നൊക്കെ ബോധ്യപ്പെടും. അതിലേക്ക് പോകുമ്പോ അതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, സമാധാനം നഷ്ടപ്പെടാം. അതിലേക്ക് പോയാൽ സമാധാനം നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന വിഷയം പലർക്കും പല വിഷയത്തിൽ നിന്നായിരിക്കും വശത്തുണ്ടാവേണ്ടത്. ചിലർക്ക് ഇപ്പൊ കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോ കമ്പനി ഇരുന്ന് വർത്താനം പറഞ്ഞ അതില് അങ്ങനെ ഇടപഴകുമ്പോഴാണ് അസ്വസ്ഥത വരുന്നെങ്കിൽ അവിടെ അള്ളാഹു തആല അയാളെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്, അള്ളാഹുവിലേക്ക് ഉൻസിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലായിരിക്കും അധികം സമയം ചെലവഴിക്കുക. അതിൽ എന്താണ്, അതിൽ സമാധാനം നഷ്ടപ്പെടുന്നെങ്കിൽ എന്താണ്, അള്ളാഹു തആല അവിടെ വാശത്തെ ഏർപ്പെടുത്തി ഉൻസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അള്ളാഹു തആലയുടെ ഒരു രീതിയാണ് എന്ത്, അള്ളാഹു തആലയുടെ ഒരു ചരിത്ര സുന്നത്ത്, അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് പറയാം. അള്ളാഹു തആലയുടെ ഒരു രീതിയാണ് എന്ത്, അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹു തആല അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉദ്ദേശിച്ച എന്ത് ചെയ്യും, അവന് എന്ത് ചെയ്യും, അള്ളാഹു തആല മറ്റുള്ളവർക്ക് ഒരു മാനസികമായ മടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു തആല കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവൻ എന്ത് ചെയ്യും, കുറച്ചു കാലം എന്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് ഏകാന്തമായ സമയങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ആ സമയം അവൻ എന്ത് ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി തന്നെ ഇരിക്കണം. ആ സമയത്ത് എന്ത് ചെയ്യണം, അള്ളാഹു തആലക്ക് വേണ്ടി മാക്സിമം സമയം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോ ഒഴിവ് സമയമൊക്കെ അള്ളാഹു തആലക്ക് ഉപയോഗപ്പെടുത്തുമ്പോ പിന്നീട് സമൂഹത്തിലേക്ക് അവൻ പോയി കഴിഞ്ഞാലും എന്താവില്ല, അവൻ കേടരാത്ത അവസ്ഥയിലേക്ക് എത്തും. ചില ആളുകൾ എന്ന് വെച്ചാല് അള്ളാഹുവിനൊക്കെ ഏകാന്ത സന്തോഷം കിട്ടും, പക്ഷെ പുറത്തു പോകുമ്പോ എന്ത് ചെയ്യും, ആ സമാധാനം നഷ്ടപ്പെടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ ചിലപ്പോൾ എന്ത് ചെയ്യും, സമാധാനം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ ഇതൊന്നും പിന്നെ സമൂഹത്തിന് അവസാനം അടിമ വളർന്ന് സമൂഹത്തിൽ എന്തുണ്ട്, സമൂഹത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ സമൂഹത്തിലേക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ദോഷവും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ അടിമ ആത്മീയമായി വളർന്നെത്തും. പിന്നെ അവർക്ക് സമൂഹം ഒരു പ്രശ്നമല്ല. അത് ഏതുപോലെയാണ്, മാന്മാരായ ഉദാഹരണം പറയുന്നത്, ഒരു മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു കാറ്റടിച്ചാൽ എന്ത് ചെയ്യും, അത് കെടും. എന്നുവെച്ചാൽ ഒരു പവറായ ഒരു വിറക്, നല്ല പവറുള്ള ഒരു ചൂട്ടോ അല്ലെങ്കിൽ കെടാത്ത സംഗതിയോ കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് കാറ്റടിച്ച് അപ്പുറത്തുള്ള വിറക് തീ പിടിക്കും, അപ്പുറത്ത് പിടിക്കും, ലാസ്റ്റ് മലക്കന്നെ തീ പിടിക്കും. അതുപോലെ ഔലിയാക്കൾ, അവരെ പ്രകാശം എന്ത് ചെയ്യും, അത് സമൂഹത്തിലേക്ക് പോകും. സാധാരണ ആളുകളാണെങ്കിലോ സമൂഹത്തിലേക്ക് പോയാൽ കാറ്റടിച്ച മെഴുകുതിരി കിടന്ന പോലെ എന്ത് ചെയ്യും, ആ നൂറ് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഏകാന്തതയിലുള്ള അസ്വസ്ഥത നമുക്ക്, അതായത്
സമൂഹത്തിൽ നിന്ന് അസ്വസ്ഥതയും ഏകാന്തതയോടുള്ള ഇഷ്ടവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൽ സന്തോഷിക്കണം. കാരണം അള്ളാഹു താല എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അള്ളാഹുവിലേക്ക് ഉൻസ് എന്ന് പറയുന്ന ഒരു മാനസികമായ അള്ളാഹുമായിട്ടുള്ള ആനന്ദിക്കുന്ന ഒരു സമ്മാനത്തിലേക്ക് നമ്മളെ മാറ്റിയതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം എങ്ങനെയായിരുന്നു? വൈകിട്ട് എന്തായിരുന്നു നബി തങ്ങളുടെ തുടക്കം? എന്തായിരുന്നു? നബി തങ്ങൾ മൊത്തം സമൂഹം അടുത്തിരുന്നു. അന്ന് ജിബിരിയിലില്ല, ഖുർആനും ഇല്ല, ഹദീസും ഒന്നുമില്ലല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ ആദ്യം നബി തങ്ങളുടെ ആദ്യത്തെ അവസ്ഥ എന്താണ്? ഫുള്ള് മാനസികമായിട്ടുള്ള മടുപ്പായിരുന്നു. ആളുകളും മറ്റുള്ള സമൂഹത്തിന്റെ ഇടപെടലുകളും പൂർണ്ണമായും മടുപ്പായിരുന്നു. അങ്ങനെ ആ മടുത്ത കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോയത്? ഹിറാ ഗുഹയിലേക്ക് പോയത്. പിന്നെന്താണ്? പിന്നെ എല്ലാവിധ നൂറുകളും നിബിധങ്ങളിലേക്ക് എന്ത് ചെയ്തു? അള്ളാഹു തആല കൊടുത്തു. അതിനേക്കാൾ വലിയ നൂറിന് ആർക്കും കിട്ടാണ്ടോ? കാരണം എന്താണ്? അത് അള്ളാഹുമായിട്ടുള്ള ആ ഉൻസ്. അപ്പം സമൂഹം മടുത്തപ്പോ അള്ളാഹു തആല എന്ത് ചെയ്തു? നബിതങ്ങളെ ഏകാന്തയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇങ്ങനെ നബിതങ്ങൾ ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു വളരെ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താ? വളരെ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കാനുള്ള എന്താ? മൊത്തത്തില് സമൂഹത്തിൽ എന്തുണ്ട്? ആദ്യമേ മടുത്ത ആളാണ് ആര്? സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് മനസ്സിലായി മടുപ്പിന്റെ കാരണം. കാരണം അള്ളാഹു തആല എന്ത് ചെയ്യണം? അതിൽ നിന്നൊക്കെ മടുപ്പിച്ചിട്ടാണ്. നബിയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സഹാബിയുണ്ട്, സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന സഹാബിയല്ല. നബിതങ്ങൾ നുബുവത്തേറ്റ് വരുന്നതിന്റെ 5 കൊല്ലം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മതവും ഒരു ബോധവും ഒന്നുമില്ലാത്തൊരു കാലമാണ്, ജാഹിലിയ കാലത്താണ്. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറഞ്ഞ മഹാൻ. പക്ഷെ അന്നത്തെ സമൂഹത്തിലുണ്ട് മൊത്തത്തിൽ അദ്ദേഹത്തിന് എന്തിരുന്നു? മാനസികമായിട്ട് ഭയങ്കര മടുപ്പായിരുന്നു. സമൂഹത്തിന്റെ അന്നത്തെ ദുരാചാരങ്ങളോട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബുദ്ധി അനുസരിച്ച് പ്രതികരിച്ചിരുന്നു. അത് അന്ന് സ്ഥിരമായി കാണുന്ന സംഗതിയാണ്. പെൺകുട്ടികൾ എന്ത് ചെയ്യും? ജീവനോടെ കുഴിച്ചുമുടും. അറേബ്യയിൽ ഇന്നും ആ മെയിനായിട്ട് കുഴിച്ചിട്ട സ്ഥലങ്ങളൊക്കെ എപ്പോഴും എന്തുണ്ട്? അവിടെ മാർക്കറ്റാണ്, ചെന്നാൽ കാണാൻ പറ്റും. എവിടെയാണ് അധികം കുട്ടികൾ എന്ത് ചെയ്തിരുന്നത്? കുഴിച്ചിട്ട്. അതൊരു പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മെയിൻ സംഗതി എന്താ വെച്ചാൽ, ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ പിതാവിൽ നിന്ന് ആ പെൺകുട്ടികൾ എന്ത് ചെയ്യും? അദ്ദേഹം ഏറ്റെടുക്കും. ഞാൻ നോക്കിക്കോളാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? അദ്ദേഹം സ്വകാര്യമായിട്ട് കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? വളർത്തിയിരുന്നു. അങ്ങനെ ഇതിൽ നിന്നൊക്കെ മടുത്ത് ഒരു മാനസിക മടുപ്പുണ്ടായി അദ്ദേഹം ലോകം ചുറ്റിയിരുന്നു. അങ്ങനെ സിറിയയിലെത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി പിന്നെ പ്രവാചകൻ വരാണ്ടെന്നുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ സിറിയയിൽ നിന്ന് മക്കയിലാണ് നബിതങ്ങൾ വരിക എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മക്കയിലേക്ക് തിരിച്ച് യാത്ര ചെയ്തു. അപ്പൊ ഹറമിന്റെ പുറത്ത് വെച്ച് 2 ഗോത്രങ്ങൾ, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പൊ ആ ഗോത്രക്കാരുമായി അദ്ദേഹം എന്ത് ചെയ്തു? ചില വിഗ്രഹാരാധ്യമായി ആശയവിനിമയം നടത്തി. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർ പരസ്പരം എന്ത് ചെയ്തു? എല്ലാവരും കൂടി വളഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അവിടെ വെട്ടി കൊല്ലുകയാണ്. അപ്പൊ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? മക്കത്ത് നുബുവത്തേറ്റ് വരാനുള്ള സമയമാണ്. ആ സമയത്താണ് അദ്ദേഹം മക്കയുടെ ബൗണ്ടറിയിൽ വെച്ചിട്ട്, ഹറമിന്റെ ബൗണ്ടറിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ വധിക്കപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒപ്പമുള്ളവർക്കും അദ്ദേഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. മക്കാരെന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിന്റെ പ്രതികാരം ചോദിച്ചോണ്ട്. പൊതുവെ അറബികൾ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും. അതിന്റെ പേര് കാലാകാല യുദ്ധം ഉണ്ടാവും. പക്ഷെ അവരും അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യില്ല? പ്രതികാരം ചോദിച്ചില്ല. ചോദിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹത്തോട് അവർക്ക് എന്തായിരുന്നു? മാനസികമായിട്ട് മടുപ്പായിരുന്നു. പോയത് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു. അവർക്കെന്തായിരുന്നു? മാനസിക മടുപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ മുമ്പ് പറയണ്ട, എന്നാലും ഓർമ്മയാക്കാൻ പറയണം. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അത് ഒപ്പുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ്? അള്ളാഹു, എനിക്ക് ആ പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ എന്റെ മകനായ സഈദിന് നീ ആ പ്രവാചകനെ കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം മരിക്കണേ. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം എന്ത് ഒപ്പുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഭാര്യയോടും കുടുംബത്തോടും ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടു പറഞ്ഞു. ആ സമയത്ത് പ്രാർത്ഥന പറഞ്ഞു. അപ്പൊ മകൻ സഈദ് ഉണ്ട്, അദ്ദേഹത്തിന് 22 വയസ്സാണ്. അപ്പൊ സഈദിന്റെ മനസ്സിൽ ഇത് എപ്പോഴും ഉണ്ട്. അങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തേറ്റ് വരുന്നത്. അങ്ങനെ ഒരാൾ വന്നക്കളെന്ന് കണ്ടപ്പോൾ തന്നെ ഉടനെ നബിതങ്ങളെ പോയി കണ്ടിട്ട് എന്ത് ചെയ്തു? ഇസ്ലാം. അദ്ദേഹത്തിന് ഒന്നും സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിന് നബിതങ്ങളെ
കണ്ടിട്ട് ഇസ്ലാം എന്താന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. റസൂലുള്ളാഹിനെ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നബിയെ കണ്ടപ്പോ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കരിമ ചൊല്ലി നിങ്ങൾ നബിയാണ് എന്ന് എന്ത് ചെയ്തു? അങ്ങോട്ട് സമ്മതിച്ചു. അങ്ങനെ ഇസ്ലാമിലെ ആദ്യത്തെ വളരെ കുറഞ്ഞ ആളുകൾപ്പെട്ട ആളായി അദ്ദേഹം മാറി. നബിതങ്ങൾ സയ്യിദ് സ്വർഗവാസിയാണെന്ന് പ്രത്യേകം സയ്യിദുൽ ജന്ന എന്ന് നബിതങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച സഹാബിയായിട്ട് അദ്ദേഹം മാറി. ഞാൻ പറയുന്നത് പിന്നെ ഈ സയ്യിദ് റളിയല്ലാഹു ആണ് ആര് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം? ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണം ആരാണ്? സയ്യിദ് റളിയല്ലാഹു. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ പെങ്ങളെയാണ് ആര് കെട്ടിട്ടുള്ളത്? ആ കഥകൾ കേട്ടിട്ടില്ലേ? ആ സയ്യിദാണ് ഈ സയ്യിദ്. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ. അപ്പൊ അംർ ബിൻ നുഫൈലിന്റെ മകനാണ് ആ സയ്യിദ്. അന്ന് അംർ ബിൻ നുഫൈല് സമൂഹം അടുത്താണ്. അപ്പൊ അന്നേ അള്ളാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ നബി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് സഹാബികൾക്ക് മദ്ഹ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഒരു സ്വന്തം ഉമ്മത്തായി നാളെ മഹ്ശറിലേക്ക് വരും, അദ്ദേഹം യഥാർത്ഥ വിശ്വാസിയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് സഹാബികൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പൊ മാനസികമായിട്ടൊരു മടുപ്പ് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ആൾക്ക് അള്ളാഹു അല്ലാത്ത വേറൊന്നിനും സമാധാനം കണ്ടെത്തുന്ന ഒരു അവസ്ഥ അള്ളാഹു തആല വിച്ഛേദിക്കും. അതാണ് ഉൻസ് എന്ന് പറയുന്ന അവസ്ഥ. ഇത് ഒരുപാട് ആളുകൾക്കുണ്ട്. ഇപ്പോ മാനായിമാം ഗസാലി ഇമാം എങ്ങനെയായിരുന്നു? ഗസാലി ഇമാം വലിയ പണ്ഡിതനായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാർക്കിടെ വലിയ അറിയപ്പെട്ട മഹാനായിരുന്നു. എന്നിട്ട് ഗസാലി ഇമാമിന് അന്ന് സമൂഹത്തിൽ ഭയങ്കര ബഹുമതിയായിരുന്നു. പക്ഷെ എന്നിട്ടും ഗസാലി ഇമാമിന് എന്തില്ല? മനസ്സിക്ക് എന്തില്ല? അതിലൊരു സമാധാനം ചെയ്യുന്നു. അങ്ങനെ ഗസാലി ഇമാം എന്ത് ചെയ്തു? അള്ളാഹുമായിട്ട് സമയം ചെലവഴിക്കുന്ന അവസ്ഥ കണ്ടെത്തുകയും അങ്ങനെ ഏകാന്തവാസത്തിൽ പോവുകയും ചെയ്തു. ആ സമയത്താണ് ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ രചിക്കുന്നത്. അപ്പോഴാണ്. പക്ഷെ ഇഹ്യയുടെ വരവോടുകൂടി എന്ത് ചെയ്ത്? ലോകത്തിന്റെ ഗതി തന്നെ മാറി. അപ്പൊ ആ വാശത്ത്, ആ ഒരു വാശത്ത് അള്ളാഹു തആല കൊടുത്ത എന്താണ്? അള്ളാഹു കൊടുത്ത ഒരു സമ്മാനമാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അള്ളാഹു അല്ലാത്ത മറ്റുള്ളതിലൊക്കെ സമയം ചെലവഴിക്കുന്നത് ഒരു മാനസികമായ മടുപ്പ്, മൊത്തത്തിലൊരു മടുപ്പുണ്ടാവും. ആ മടുപ്പ് എന്താണ്? നമുക്ക് അള്ളാഹു തആല നൽകുന്ന ഉൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പദവിയാണെന്നാണ്. ഞാൻ ഉൻസിനെ കുറിച്ച് പറയാം, എന്റെ മുമ്പ് മഹാന്മാരെ കുറിച്ച് പറയാം. ഇങ്ങനെ തന്നെയാണ് ഇബ്നു അത്താഇല്ല. ഇപ്പൊ നമ്മൾ ഓതുന്ന ഈ കിതാബുണ്ട് ഇബ്നു അത്താഇല്ല. ഇദ്ദേഹം ശരീഅത്തിലെ വലിയ പണ്ഡിതനായിരുന്നു, വലിയ മഹാനായിരുന്നു. പക്ഷെ അതിലൊരു സമാധാനവും അദ്ദേഹത്തിന് കിട്ടാനായിട്ടാണ് അദ്ദേഹം അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് അബുൽ അബ്ബാസ് മുർസിയെ കണ്ടത്. അബുൽ അബ്ബാസ് മുർസിയുമായി കണ്ടപ്പോഴാണ് ശരിക്ക് അതിൽ കുറച്ചു കാലം അദ്ദേഹം സൈലന്റ് ആയിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ആത്മീയ ലോകത്ത് കടന്നു വരുന്നത്. ഞാൻ അതൊക്കെ പോട്ടെ, നമുക്ക് മൊയ്തീൻ ഷേഖിനെ കുറിച്ച് അറിയാം. മൊയ്തീൻ ഷേഖിനെ കുറിച്ച്, ഷേഖ് ജീലാനിയെ കുറിച്ച് ലോകത്ത് അറിയാത്തവരില്ല. 25 കൊല്ലം ഷേഖ് ജീലാനിയെ ആർക്കും അറിയില്ലായിരുന്നു. ഒരു മനുഷ്യനറിയില്ലായിരുന്നു. കാരണം മഹാനോകൾ പറയും, എനിക്ക് ആളുകളെ അറിയില്ലായിരുന്നു, ആളുകൾക്ക് ഇനി അറിയില്ലായിരുന്നു. ഫുള്ള് എന്തായിരുന്നു? അള്ളാഹുവിലേക്ക് മാത്രം സമയം കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇന്ന് ലോകത്തിന്റെ നൂറായി ആ മഹാനോകൾക്ക് മാറാൻ കഴിഞ്ഞു. അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹു തആല അള്ളാഹുവിലേക്ക് ചെയ്യുന്നതനുസരിച്ച് അള്ളാഹു തആല നൽകുന്ന എന്താണ്? ഒരു സമ്മാനമാണ് ഉൻസ് എന്ന് പറയുന്നത്. ആ സമ്മാനത്തിന്റെ ഒരു അടയാളമാണ് അള്ളാഹു അല്ലാത്തതിനോടൊക്കെ മാനസികമായ നമുക്കൊരു മടുപ്പ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി ഉൻസുമായി ബന്ധപ്പെട്ട് മഹാന്മാർ പറഞ്ഞ ചില വാക്കുകൾ പറയാം. ഈ ഒരു മാനസിക അണക്കം, അള്ളാഹുമായിട്ടുള്ള ഈ മാനസിക അണക്കമുണ്ടല്ലോ, അത് കിട്ടുമ്പോൾ അതൊരു ലഹരിയാണെന്ന് ചില സൂഫിയാക്കളുടെ വാക്ക് കാണാം. മസാക്കീനു അഹ്ലു ദുനിയ, ദുനിയാവിലെ കുറച്ച് മിസ്കീന്മാരുണ്ട്, സാധുക്കള്. എന്താ? ഖറജു മിന ദുനിയ വമാ ദാഖു അത്യബ ബിമാ ഫീഹാ. എന്താണ്? ഒരു ദുനിയാവിന്നാണ് പോയിക്കണ്. പക്ഷെ ദുനിയാവിന്റെ യഥാർത്ഥമായ പരിശുദ്ധമായ ആ ഒരു ഏറ്റവും നല്ല ഒരു പരിശുദ്ധത രുചിക്കാൻ കഴിയാതെ പോയ കുറെ സാധുക്കളുണ്ട് എന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. ദുന്യാവിൽ ജീവിച്ചിട്ട്, ഈ ലോകത്ത് ജീവിച്ചിട്ട് ദുന്യാവിൽ ടേസ്റ്റ് ചെയ്യേണ്ട യഥാർത്ഥ സാധനം ടേസ്റ്റ് ചെയ്യാതെ പോയ കുറെ സാധുക്കളുണ്ട് എന്നാണ്. അപ്പൊ നമ്മള് ചില സാധനങ്ങള്
ദുന്യാവിൽ നമ്മൾ വന്ന ശരിക്കും രുചിക്കേണ്ട ചില സംഗതികളുണ്ട്, അത് രുചിക്കാതെ പോയ കുറെ സാധുക്കളുണ്ട് എന്ന് ഒരിക്കൽ ചില മഹാന്മാർ ഇങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പോ ചില ആളുകൾ ചോദിച്ചു അതെന്താന്ന് വെച്ച് പറഞ്ഞ് അതെന്താണ് മഹബ്ബത്തുള്ളാഹി വൽ ഉൻസ് ബിഹി എന്ന അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുമായിട്ടുള്ള മാനസികമായ ആനന്ദവും. അപ്പൊ അള്ളാഹു താലാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വിട്ടു നിൽക്കുക, എല്ലാ ഓഫലത്തിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ പിന്നെ ഇഷ്ടമില്ലാതെ എനിക്ക് പറ്റൂല എന്ന് ബോധ്യപ്പെടാം. പിന്നെ റബ്ബാണ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ റബ്ബിനെ ഒഴിവാക്കാൻ പറ്റൂല എന്ന് ബോധ്യപ്പെടാം. ഈ ഒരു മാനസികമായ നമുക്കുള്ള തിരിച്ചറിവുണ്ടല്ലോ, അത് വലിയ സംഗതിയാണ്. അത് ദുന്യാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണ്. പക്ഷെ അത് കുറെ ആളുകൾ കിട്ടാതെ ദുന്യാവുന്നാണ്ട് പോവുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തൂബാലിൽ ഉറപ്പാകുന്ന ഇസ്ലാം തുടങ്ങിയത് ഒരീബായിട്ടാണ്. ഇസ്ലാം ഒരീബായി പോകുന്ന എന്ന് പറഞ്ഞാൽ വളരെ ഇല്ലായ്മയിൽ നിന്നാണ് ഇസ്ലാം തുടങ്ങിയത് അല്ലേ? റസൂൽ തുടങ്ങി അങ്ങനെയല്ലേ? ഇനി അതേ അവസ്ഥയിൽ തന്നെ ഇസ്ലാം എന്ന സംഗതി എന്ത് ചെയ്യും? പേര് എന്നല്ല, ഇസ്ലാം എന്ന സാധനം തന്നെ എവിടെയും കിട്ടാത്ത അവസ്ഥയിലേക്ക് ലാസ്റ്റ് എന്ത് പോകും? ദീനാവും. അപ്പോഴാണ് ഏത് സംഭവിക്കുക? ലോകാവസാനം സംഭവിക്കുക. റസൂൽ പറയണേ അതിങ്ങനെ പറഞ്ഞ റസൂൽ പറഞ്ഞു തൂബാലിൽ ഉറബായ്. ഈ ഉറബായികൾക്കാണ് എല്ലാ സന്തോഷം. ഉറബായ് എന്ന് പറഞ്ഞ ആരാണ് എന്ന് സാഹിബുകൾ ചോദിച്ചപ്പോ എന്താണ്, ജനങ്ങളൊക്കെ ഫസാദായ സമയത്ത് സമൂഹത്തിനോടൊക്കെ മടുപ്പുണ്ടായി അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാം മാനസികമായി ഫോക്കസ് ചെയ്ത് നന്നായി നിൽക്കുന്ന, അള്ളാഹുവിനെ മനസ്സിൽ കണ്ടു നിൽക്കുന്ന അള്ളാഹുവിന്റെ സ്വാലിഹായ അടിമയാണ് ആര്? ഉറബായ്. അപ്പൊ നമുക്ക് ഇപ്പോഴുള്ള എല്ലാത്തിനും ഹാപ്പിനെസ് കിട്ടണമെന്നില്ല. അതിലൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അതൊക്കെ താൽക്കാലികമായ രസം ബോധ്യപ്പെട്ട് അതിനേക്കാൾ സന്തോഷം അള്ളാഹു ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ഉൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുക. മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാതായപ്പോൾ യാക്കൂബ് നബി ഒരു പ്രവാചകനായിട്ട് പോലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഒരുപാട് കാലം കരഞ്ഞിരുന്നതാണ്. ആരെ കാണാനിട്ട്? യൂസുഫ് നബിയെ കാണാനിട്ട്. അപ്പൊ സങ്കടം. പക്ഷെ അപ്പൊ മക്കളെ എപ്പോഴും പറയും ശരിക്കും യൂസുഫ് നബി ഇസ്ലാമിനെ കാണാത്ത സങ്കടം കൊണ്ട് കരഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ വെള്ളം വന്നത് എന്നൊക്കെ ഉപസ്ഥിതികൾ പറയുന്നുണ്ട്. കാഴ്ച കുറച്ചൊക്കെ എന്ത് ചെയ്തിരുന്നു പോയിരുന്നു എന്നാ. പക്ഷെ ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ മക്കളെപ്പോഴും പറയും എന്തിനാ പിതാവുകൾ അങ്ങനെ കരയണെന്ന് പറയുമ്പോ എന്ത് പറയും? അപ്പൊ പറഞ്ഞ വാക്കാണ് ഞാൻ എന്റെ മനസ്സിന്റെ സങ്കടവും ദുഃഖമൊക്കെ ഞാൻ പറയുന്നത് ഈ അവലാദി പറഞ്ഞത് എന്റെ റബ്ബിനോടാണ് എന്നാണ് അവർ പറഞ്ഞ ന്യായം. അപ്പോ കരയുന്നതിന് പ്രശ്നമൊന്നുമില്ല, സങ്കടം വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ സങ്കടങ്ങൾ മുഴുവൻ കരച്ചിലും ആരുടെ മുമ്പിലാകണോ? അള്ളാഹുവിന്റെ മുമ്പിലാവും. അപ്പൊ അള്ളാഹുവിൽ അങ്ങനെ സമാധാനം കണ്ടെത്തുകയാണ് ആര് ചെയ്തത്? യാക്കൂബ് നബി അലൈഹി സ്വലാം ചെയ്തത്. അപ്പൊ അവരുടെ സമാധാനം ഫുൾ ആരായിരുന്നു? അള്ളാഹു ആയിരുന്നു. അപ്പൊ ഇതാണ് പിന്നെ ഉൻസ് എന്ന സംഗതി. മാന ഇബ്നു ഉവൈസുൽ ഖർനി നമുക്കറിയാം, എപ്പോഴും പറയുന്ന മാന സൂഫിയാണ്. അദ്ദേഹം പറഞ്ഞു കാണാം, മാ കുന്തു അറ അന്ന അഹദൻ യഅരിഫു റബ്ബഹു ഫയഅനിസു ബിഗൈരിഹി. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആള് അള്ളാഹുവിനല്ലാതെ ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥയിൽ ഒരു വ്യക്തി ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹു അല്ലാത്ത റിലാക്സ് ഒരു മനുഷ്യന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആരെ തിരിഞ്ഞിട്ടില്ല? പഠിച്ചോനെ തിരിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മളെ ജോലി, നമ്മളെ ഏർപ്പാട്, നമ്മളെ ബിസിനസ്, നമ്മളെ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ, അല്ലെങ്കിൽ യൂട്യൂബ്. ഞാൻ ഇപ്പൊ യൂട്യൂബ് വരാൻ കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ഉണ്ടാകുന്നതാ. അതിലൊക്കെയാണ് നമുക്ക് മാനസിക റിലാക്സ് കിട്ടുന്നെങ്കിൽ അയാൾക്ക് ആരെ തിരിഞ്ഞിട്ടില്ല? അള്ളാഹുവിനെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ തിരിഞ്ഞ ഒരാൾക്ക് അള്ളാഹുവിനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാനസികമായ റിലാക്സ് കിട്ടൂല എന്നാണ് മാനായ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി മാനകൾ പറയുന്നത്. മാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പിന്നെ അവര് ഉൻസിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഉൻസ് എങ്ങനെയാണ്, ഉൻസ് ഓരോരുത്തരിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, അതിനനുസരിച്ച് ഓരോരുത്തരുടെ സ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നിർത്തും, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോഴറിയാം നമുക്ക് ഉൻസുണ്ടോ ഉൻസില്ല എന്നൊക്കെ നമുക്കറിയാം. ജസ്റ്റുകൾ നോക്കാം. ഞാൻ പറയാം. അദ്ദേഹം പറയാണ്, മൻ ഫഖദ ഉൻസുഹു ബില്ലാഹി ബൈനൻ നാസി വവജദഹു ഫിൽ വഹദതി ഫഹുവ സ്വാദിഖുൻ ളഈഫുൻ എന്നാണ്. അതായത് ഒരു മനുഷ്യന്
പിന്നെ ജനങ്ങൾക്കിടയിൽ പോകുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ആ മാനസികമായ ആ ഇണക്കം നഷ്ടപ്പെടുകയാണ്. ജനങ്ങൾക്കിടയിൽ പോകുമ്പോൾ എന്തില്ല, അള്ളാഹുമായിട്ടുള്ള മാനസികമായ ഇണക്കം നഷ്ടപ്പെടാം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ഭയങ്കര റിലാക്സും ആശ്വാസം കിട്ടുന്നുണ്ട്. ആളുകൾക്കിടയിൽ പോയാൽ ഇത് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകൾക്കുണ്ട്. എങ്ങനെ ആളുകൾക്കിടയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ മനസ്സ് വരുമ്പോഴത്തേക്കും എന്താവും? കണ്ട് അസ്വസ്ഥവും. അങ്ങനെ ചിലർക്കില്ലേ, അങ്ങനെ നല്ല റാഹത്ത് അവിടെ പോയി വന്നപ്പോൾ എന്ത് ചെയ്ത് മനസ്സ് മലീമസ എന്ന് പറയാനല്ല നമ്മള്. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി വന്നാല്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയിരുന്നാൽ അല്ലെങ്കിൽ അങ്ങനെ പറയല്ലേ, അവിടെ പോയി ആണ്ട് വർത്താനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി വന്നപ്പോൾ ആകെ മനസ്സ് ഖറാബായി എന്നൊക്കെ പറയും. എന്താ സമൂഹത്തിൽ പോകുമ്പോ എന്താണ് മനസ്സ് നഷ്ടപ്പെടാൻ. ഞാൻ വെച്ചാൽ വീട്ടിലൊന്ന് കുറച്ച് ഒഴിഞ്ഞിരുന്ന് പള്ളിയും ജമാഅത്തും മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ മനസ്സ് കിട്ടും. അപ്പൊ എന്താണ്, ഈ ആൾ ആരാണ്? ഇയാൾ സംബന്ധിച്ചത് പറയാണ് സ്വാദിക്കും വഴയപ്പൻ, അവൻ നല്ല സത്യസന്ധനായ അടിയമാണ്, പക്ഷെ ദുർബലനാണ്. ആള് നല്ലവനാണ്, പക്ഷെ എന്താണ് ദുർബലനാണ്. കാരണം എന്താണ്, പുറത്ത് കറങ്ങുമ്പോൾ എന്ത് ചെയ്യണത്? കെയർ ചെയ്യാൻ എന്ത് ചെയ്യണില്ല, കഴിയണില്ല എന്നാ. അതേ സമയത്ത് ഇമാം വജദു ബൈനൻ നാസി വഫഖദു ഫിൽ ഖൽവതി ഫഹുവ മഅലൂൻ. അപ്പൊ ചില ആളുകളുണ്ട്, ചില ആളുകൾക്ക് സമൂഹത്തിൽ കൂടുമ്പോ അല്ലെങ്കിൽ ആത്മീയമായ സദസ്സുകൾ കൂടുമ്പോ എന്ത് ചെയ്യും? നേരത്തെ തിരിച്ച് എങ്ങനെ സമൂഹത്തിനും ആളുകൾക്കിടയിൽ കൂടുമ്പോ എന്ത് ചെയ്യും? നല്ല ഡിസ്കഷൻ ചർച്ച വരുമ്പോ എന്തുണ്ടാവും? ആത്മീയമായി കിട്ടും. പക്ഷെ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും? അത് വല്ലാതെ എന്ത് ചെയ്യില്ല, ഈ പവർ കിട്ടൂല. അങ്ങനത്തെ അവസ്ഥയുണ്ട്. എങ്ങനെ സദസ്സുകളിൽ ഇരിക്കുമെന്ന് എന്ത് കിട്ടും? ആത്മീയത കിട്ടും, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ കിട്ടും, കേൾക്കുമ്പോ കിട്ടും, ആനന്ദം കിട്ടും, റബ്ബിലേക്ക് പോകണം എന്നൊക്കെ തോന്നും. പെരീപ്പ് വന്നാൽ പിന്നെ എന്തായി? അതൊക്കെ ഉണ്ട് കഴിയും. ഇങ്ങനത്തെ അവസ്ഥയുണ്ട്. ഫൗവ മഅലൂൻ എന്നാ, അവൻ രോഗിയാണെന്നാ. അപ്പൊ അവനക്ക് എന്ത് ചെയ്യുന്നു? അവൻ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടത്. കാരണം എന്താ, അവനക്ക് എന്തോ ഒരു അസുഖമുണ്ട്. എന്താ അസുഖം? സദസ്സിൽ ഇരിക്കുമ്പോ ആത്മീയത കിട്ടുക, വീട്ടിൽ ഒറ്റക്കാവുമ്പോ എന്ത് ചെയ്യുന്നത്? ആത്മീയത നഷ്ടപ്പെടണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവിടെ പോയിരുന്നാൽ നന്നാവും, പക്ഷെ വീട്ടിൽ നന്നായും വേറെ ഷോലും കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യും? ആ ആത്മീയത മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അതൊരു രോഗമാണെന്നാണ്. അപ്പൊ അത് ഒരു ആത്മീയമായ ഇവിടെ ഒരു പരാജയം സംഭവിച്ചതിന്റെ അടയാളം. അത് ചികിത്സിക്കേണ്ട കേസാണ്. അതേപോലെ വമൻ ഫഖദു ബൈനൻ നാസി വഫിൽ ഖൽവതി. മൂന്നാമത്തെ ഒരാളുണ്ട്, അവന്റെ അവസ്ഥ എന്താണ്? അവനക്ക് ജനങ്ങളടി പോയാലും അള്ളാഹുമായിട്ടുള്ള ബന്ധമില്ല. വഫിൽ ഖൽവതി, വീട്ടിൽ ഒറ്റക്കാവുമ്പോഴും പഠിച്ചോട്ടുന്നില്ല, ബന്ധമില്ല. എവിടെ പോയാലും കിടക്കാം. അള്ളാഹു തന്നെ നമ്മളെ കാക്കട്ടെ, തമാശ പറയല്ല കേട്ടോ. ജനങ്ങളുടെ ഇടയിൽ പോയാലും എടുക്കുന്നില്ല, അള്ളാഹുമായിട്ടൊരു ബന്ധം കിട്ടണില്ല. ഇനി ഒറ്റയ്ക്ക് ഇരുന്നാലും അള്ളാഹുമായിട്ട് ബന്ധമില്ല. അവൻ മരണപ്പെട്ടവനാണ്, ഹൃദയം നശിച്ചവനാണ്, അള്ളാഹുവിൽ നിന്ന് ആട്ടപ്പെട്ടവനാണ് എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം എന്താണ്, അവർക്ക് അവിടെ എവിടുന്നും അള്ളാഹുവിനെ കിട്ടില്ല, അള്ളാഹു മാനസികമായ എനർജി കിട്ടില്ല. മറ്റേത് സാഹസം കിട്ടുന്നുണ്ട്, ചിലർക്ക് വീട്ടിൽ നിന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഹൽവത്ത് കിട്ടുന്നുണ്ട്. ഇത് എവിടുന്ന് കിട്ടാവുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ എന്താണ്, അത് കാര്യമായ ഹൃദയത്തിന്റെ ഒരു രോഗമുണ്ട്. ഇനി നാലാമത്തെ ആള്, അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അതെന്താണ്? അവനക്ക് ആളുകളിൽ പോയാലും അള്ളാഹുമായിട്ടുള്ള ആത്മീയക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. ഒറ്റക്കായാലും അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ എന്തില്ല, മാനസികമായ ഇണക്കത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. അവന് ഒറ്റക്കാരും അള്ളാഹുവിനെ കിട്ടും, സമൂഹത്തിനായ ആരെ കിട്ടും? അള്ളാഹുവിനെ കിട്ടും. അവനാണ് യഥാർത്ഥ മുഹിബ്, അവനാണ് യഥാർത്ഥ സത്യസന്ധനായ അള്ളാഹുവിന്റെ അടിമ. അവന്റെ അവസ്ഥയിൽ അവൻ ശക്തനാണ്. അവന്റെ ഈമാൻ എന്താണ്? മല പോലെയാണ്. ഒരാൾക്ക് നീല ഇണക്കാൻ കഴിയില്ല. അപ്പൊ ആളുകളിൽ കൂടിച്ചിരുന്നില്ല, അവിടെ പോയി വന്നുകൊണ്ട് എന്റെ മനസ്സിലാക്കാൻ അന്യമസമായി എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നീ വീട്ടിലയച്ചിട്ട് എന്തില്ല, അതും പ്രശ്നമില്ല, ഒറ്റക്കാലും പ്രശ്നമില്ല. ഏത് സമയത്തും അവന്റെ മനസ്സിലാരുണ്ടാവും, അള്ളാഹു താല ഉണ്ടാവും. ഈ അവസ്ഥ അള്ളാഹു താല അള്ളാഹുവിന്റെ അടിമയ്ക്ക് കിട്ടും. ഈ അവസ്ഥ കിട്ടുന്നതിന്റെ അടയാളാണ് അള്ളാഹു അല്ലാത്തൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഒരു മടുപ്പായി തോന്നുന്ന അവസ്ഥ. അപ്പൊ മറ്റുള്ളതിനൊക്കെ അവരുടെ ആളുകളുടെ കൂടി, ഇപ്പം മഹാരാജ് ഷെയ്ഖ് ജീലാനി തങ്ങൾ ആളുകളുടെ കൂടിയിട്ടുണ്ട്. കൂടിയതുകൊണ്ട് എന്തുണ്ടായിട്ടില്ല, അതുകൊണ്ട് ആ
ഒരു ലിമിറ്റിലെ സമൂഹത്തെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ സമൂഹം അവിടെ ഈമാനികമായ പവറിന് ഒരു ഭംഗവും വരുത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതേപോലെ സമൂഹത്തിൽ ഇറങ്ങിയാലും നമുക്ക് എന്തുണ്ടാവൂല, ആത്മീയ ശോഷണം സംഭവിക്കൂല. ഒഴിഞ്ഞിരുന്നാലും നമുക്ക് എന്ത് ചെയ്യില്ല, ആത്മീയ ശോഷണം സംഭവിക്കൂല. ഏത് സമയത്തും അള്ളാഹുമായിട്ടുള്ള മാനസികമായ ഒരു ഇണക്കത്തിന്റെ അവസ്ഥ നമുക്ക് കിട്ടും. അതെന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്കത്ത്, ഇന്ന റബ്ബില്ല എനിക്ക് കഴിയില്ല എന്ന് എപ്പോഴും അള്ളാഹുവിന്റെ അടിമയിലും അള്ളാഹുവിലേക്ക് പ്രകടിപ്പിക്കുമ്പോ കിട്ടുന്ന ഒരു സമ്മാനമാണ്. അപ്പൊ അതിന്റെ അടയാളമാണ് സമൂഹം അള്ളാഹു അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യും, നമുക്കൊരു മാനസികമായ മടുപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു മടുപ്പിക്കും. ഔഹശ എന്നാ പറഞ്ഞത്. ചിലപ്പോ നമുക്ക് മാനസിക മടുപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതികളുണ്ടല്ലോ, ആ ഇഷ്ടപ്പെട്ട സംഗതിയോട് മടുപ്പുണ്ടാക്കുന്ന സാഹചര്യം ആരുണ്ടാക്കും? പഠിച്ചുണ്ടാക്കും. നമുക്ക് തോന്നണം എന്റെ ബിസിനസ് ഭയങ്കര ഉഷാറാണ്, നല്ല റാഹത്താണ്, വലിയ സന്തോഷം കാണുമ്പോൾ എന്ത് ചെയ്യും, ആ ബിസിനസ്സിനോടുള്ള മനസ്സിൽ ആലോചിക്കണതിന് എനിക്ക് ഉറപ്പാവുന്ന അവസ്ഥയിലേക്ക് പഠിച്ചോന്ത് ചെയ്യും, നമ്മളെ മനസ്സ് മാറ്റും. അതാണ് പറഞ്ഞത്. ചിലപ്പം നമുക്ക് തോന്നണം എനിക്ക് അതുണ്ട് ഇതിന്റെ തോന്നണം, ആ തോന്നലൊന്നും നമുക്ക് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അള്ളാഹുവിനെയും എന്നെ മാറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ആയിഷ ബീവിക്ക് എപ്പോഴും തോന്നി നിനക്ക് ആരുണ്ടെന്ന്, റസൂലുണ്ടെന്ന്. ആ തോന്നലാണ് മാറ്റി അല്ലേ? ആയിഷ ബീവി റസൂൽ എന്ത് ചെയ്യും, പിരിയേണ്ട രണ്ടാൾ തമ്മിൽ മാനസികമായ പാടെ അകലുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ സേഫായി തോന്നുന്നത്, അള്ളാഹു തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സേഫായതെനിക്ക് സേഫല്ലാന്ന് എന്ത് ചെയ്യും, ബോധ്യപ്പെടുത്തും. അതാണ് അവകാശം. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, നമ്മുടെ കുടുംബം ഉണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും. അതൊക്കെ നമുക്ക് എന്താണ് സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ അതിലൊക്കെ സമാധാനക്കുറവ്, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ അള്ളാഹു തആല സ്ഥാപിക്കും. അങ്ങനെ നിനക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുമായിട്ട് ഉൻസ് എന്ന അള്ളാഹുമായിട്ട് ചേരാനുള്ള, അള്ളാഹു അല്ലാതെ വേറെ ആളില്ല എന്നുള്ള ബോധ്യത്തിന്റെ അവസ്ഥയിലൊക്കെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഹിക്മത്ത് പറയുന്നത്. അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അതാണ് മത്താ ഔഹശക എന്നർത്ഥ എപ്പോഴാണോ അവന്റെ സൃഷ്ടികളിൽ നിന്ന് നിനക്ക് ഏകാന്തത ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ഒറ്റപ്പെടൽ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആരുമില്ല, ഒറ്റപ്പെടൽ എന്ന് തോന്നിച്ചെടുക്കുന്നുണ്ടാവല്ലോ. അവിടെ ഇല്ല, എവിടെ ആലോചിച്ചാലും അവിടെ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ, അവിടെ നിന്നൊക്കെ നമ്മളെ മാറ്റിയിരുത്തിയ പോലെ അങ്ങനെ പഠിച്ചാൽ നമ്മൾ ചെയ്യിപ്പിക്കും. എന്തിനാണ്? അതെന്തിനാണ്? നീ മനസ്സിലാക്കണം. അപ്പൊ നിരാശപ്പെടല്ല വേണ്ടത്. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അള്ളാഹു തആല എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അന്നഹു യുരീദു അൻ യഫ്തലക ബാബൽ ഉൻസി ബിഹി, അവനുമായ മാനസികമായ ആനന്ദത്തിന്റെ ഒരു വാതിൽ തുറക്കാൻ അവൻ ഉദ്ദേശിച്ചതിന്റെ ഭാഗമാണ്. അപ്പൊ നീ അള്ളാഹുവിലേക്ക് പോകും. അപ്പൊ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, സ്ഥിരമായ ശാശ്വതമായ സമാധാനത്തിന്റെ വഴി തുറന്നു തരും. അതാണ് എന്റെ ചുരുക്കം. അത് മനസ്സിലാക്കലാണ് അള്ളാഹുവിന്റെ അടിമ ചെയ്യേണ്ടത്. അള്ളാഹു തആല പറഞ്ഞു കേട്ടാൽ അമലൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല നാഫിയാക്കട്ടെ.